ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ പുഴുക്കും ഉണക്കമീൻ കറിയുമാണ്. ആദ്യം നമുക്ക് മീൻ കറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഉണക്കമീൻ 3 എണ്ണം, ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് കുറച്ച്, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, പുളിവെള്ളം 3 പുളി തിളപ്പിച്ചത്, കറിവേപ്പില കുറച്ച്, പച്ചമുളക് 3 എണ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി കപ്പപ്പുഴുക്കിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. കപ്പ 1.5 കിലോ, തേങ്ങ 1 കപ്പ്, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 5 കഷ്ണം, ചുവന്നുള്ളി 3 എണ്ണം, കറിവേപ്പില കുറച്ച്, മഞ്ഞൾപ്പൊടി 1.25 ടീസ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയെല്ലാം ഇട്ടു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിടാം. അപ്പം നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം പെറുക്കിയിടാം. ഇനി ഇതൊന്ന് വേകട്ടെ. ഇത് വേകണ സമയം കൊണ്ട് നമുക്ക് കപ്പയും കൂടെ പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പ നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിക്കാം. കപ്പ മൂടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മുളകും ഉള്ളി, തേങ്ങയും കരിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി ഇട്ടിങ്ങനെ ഇളക്കണ്ട. പതുക്കെ നമുക്കൊന്ന് യോജിപ്പിച്ചാൽ മതി, അല്ലേ ഇത് കഷ്ണം എല്ലാം കൂടി അടന്നു പോകും. നമുക്ക് അതിൻ്റെ ഉപ്പും കൂടി ഒന്ന് നോക്കാം. ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പപ്പുഴുക്കും കൂടെ അരപ്പിട്ടെടുക്കാം. അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിങ്ങ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആവി വരാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്കും മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.